Hi friends, welcome back. Today we are discussing on the continuation part of the previous question paper, category number 30 bar 2017, part 2. Let's start the discussion. Question number 27. Vinca is correct answer question another. Option A anti-malarial, option B expectorant, option C anti-neoplastic, option D anti-emetic. Vinca, otherwise known as periwinkle, that is Catharandus dioecious from Gentiaceae family. The Vinca എന്ന് പറയുന്നത് നമുക്കറിയാം ആന്റി മൈറ്റോട്ടിക് നമ്മൾ പഠിക്കുന്നു, അതായത് ആന്റി നിയോപ്ലാസ്റ്റിക് ആക്ഷൻ ആണ് വിങ്കയ്ക്ക്. Question number 28. The Brunner's gland are found in Brunner's gland, option A pancreas, option B stomach, option C liver, option D small intestine. Brunner's gland എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണുന്നതാണ്. അല്ലെ, ബ്രൂണേഴ്സ് ഗ്ലാൻഡിന് നമ്മൾ ഡിയോഡനൽ ഗ്ലാൻഡ്സ് എന്നും പറയാറുണ്ട്. അതിൻ്റെ ബ്രൂണേഴ്സ് ഗ്ലാൻഡ് കാണുക ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് സ്പിഞ്ചറിന് മേളിലായിട്ട് കാണുന്നതാണ് ഈ ബ്രൂണേഴ്സ് ഗ്ലാൻഡ്. ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് സ്പിഞ്ചറിന് മേളിൽ എന്ന് പറയുന്നത് നമ്മൾ സ്പിഞ്ചർ ഓഫ് ഓഡി എന്ന് പറയുന്നത് ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് സ്പിഞ്ചറാണ്. ഈ ബ്രൂണേഴ്സ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ ഡിയോഡനം അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ വോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് ബ്രൂണേഴ്സ് ഗ്ലാൻഡ്. അത് ബ്രൂണേഴ്സ് ഗ്ലാൻഡ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്തിട്ടാണ് ഇൻറ്റസ്റ്റൈനൽ വോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് ബ്രൂണേഴ്സ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So the Brunner's gland are found in small intestine. Question number 29. The water soluble ointment base. The ointment nathu nammala classification padikkumbol namukku direct answer kittum. So the option A hard paraffin, option B macrogol, option C soft paraffin, option D wool fat. Nammala classification padikkumbol padikkunnathu first one classification oleaginous base. Oleaginous base ennu parayumbol anathu white ointment, soft paraffin, yellow paraffin okke varuna oleaginous base in example aanu. Absorbable ബേസിന് എക്സാമ്പിൾ ആണ് വൂൾ ഫാറ്റ്, അൺഹൈഡ്രസ് വൂൾ ഫാറ്റ്, ഹൈഡ്രസ് വൂൾ ഫാറ്റ് ഒക്കെ വരുന്നത് അബ്സോർബബിളിനകത്താണ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഹൈഡ്രസ് വൂൾ ഫാറ്റ് ആണ്. ഹൈഡ്രസ് വൂൾ ഫാറ്റ് എന്ന് പറയുന്നത് ലനോളിൻ എന്നറിയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വാട്ടർ സോലുബിൾ ഓയിൻമെന്റ് ബേസ് ആണ് തേർഡ് ക്ലാസിഫിക്കേഷൻ. വാട്ടർ സോലുബിൾ ഓയിൻമെന്റ് ബേസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മാക്രോഗോൾ ഒരു വാട്ടർ സോലുബിൾ ഓയിൻമെന്റ് ബേസിന് എക്സാമ്പിൾ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Question number 30. The pyrogen test is carried out in. Pyrogen test നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആണ്, പേരന്റിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ഏത് ആനിമലിലാണ് പൈറോജൻ ടെസ്റ്റ് ക്യാരിഡ് ഔട്ട് ചെയ്യുക? പൈറോജൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുക നമുക്കറിയാം റാബിറ്റിലാണ് ചെയ്യുക. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി ഇൻ റാബിറ്റ്. പൈറോജൻ ടെസ്റ്റിന് പറയുന്നത് ലാൽ ടെസ്റ്റ് എന്നാണ്. ലാൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിമിലസ് അമീബോസൈറ്റ് ലൈസേറ്റ് ടെസ്റ്റ്. അതായത് ഈ പൈറോജൻ ടെസ്റ്റ് അല്ലെ ലാൽ ടെസ്റ്റ് ചെയ്യുക റാബിറ്റ് ലാണ് ചെയ്യുക. ഇതിൻ്റെ ലാൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ ബ്ലഡ് ഓഫ് ഹോർഷൂ ക്രാബ്. ഹോർഷൂ ക്രാബിൻ്റെ ബ്ലഡിൽ നിന്നാണ്. അതിൻ്റെ മെക്കാനിസം എന്ന് പറയുമ്പോൾ എൻഡോടോക്സിൻസ് അല്ലെ പൈറോജൻസ് ഉണ്ടെങ്കിൽ എൻഡോടോക്സിൻസ് എന്ത് ചെയ്യും? ലൈസേറ്റ് എൻസൈമിൻ്റെ പ്രസൻസിൽ ക്ലോട്ടിന് ചേഞ്ച് വരിക അല്ലെങ്കിൽ കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും പൈറോജൻസ് ഉണ്ടെന്ന്. അപ്പം പൈറോജൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ പേരന്റിലെ ടെസ്റ്റാണ്, റാബിറ്റിലാണ് ചെയ്യുന്നത് ലാൽ ടെസ്റ്റ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 31. The proton pump inhibitor. Option A cimetidine, option B misoprostol, option C omeprazole, option D benhexol. ഇതിനകത്ത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ നമുക്കറിയാം പ്രസോൾ വരുന്നതാണ്. അപ്പം ഒമിപ്രസോൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, ലാൻസോപ്രസോൾ ഒക്കെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സിമെറ്റിഡിൻ ആയിരുന്നു. സിമെറ്റിഡിൻ എന്ന് പറയുന്നത് S2 ആന്റഗോണിസ്റ്റ് ആണ്. അതേസമയം മിസോപ്രോസ്റ്റോൾ എന്ന് പറയുന്നത് ഒരു പ്രോസ്റ്റോഗ്ലാൻഡിൻ അനലോഗ് ആണ്. ബെൻസെക്സോൾ എന്ന് പറയുന്നത് സെൻട്രൽ ആന്റികോളിനർജിക് ആണ്. നമ്മൾ പാർക്കിൻസൺസിന് ട്രീറ്റ്മെന്റ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ബെൻസെക്സോൾ. നമുക്ക് തന്നിരിക്കുന്നതിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് ഒമിപ്രസോൾ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. 32. എ പ്രോകൈനറ്റിക് ഡ്രഗ്. പ്രോകൈനറ്റിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ്ട്രിക് എംറ്റിങ് സ്പീഡപ്പ് ആക്കുന്ന അല്ലെങ്കിൽ മോട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഡ്രഗ്സുകളെയാണ് പ്രോകൈനറ്റിക് എന്ന് പറയുക. പ്രോകൈനറ്റിക് ഡ്രഗിന് എക്സാമ്പിൾ മെറ്റാക്ലോപ്രമൈഡ്, സിസാപ്രൈഡ്, ഡോംബെൽഡോൺ എക്സെട്ര. ഇപ്പോൾ തന്നിരിക്കുന്നത് മെറ്റാക്ലോപ്രമൈഡ് ആണ് പ്രോകൈനറ്റിക് ഡ്രഗ്. ക്വസ്റ്റ്യൻ നമ്പർ 33. Clotrimazole is a combination of A. Clotrimazole and ketoconazole, option B. Trimethoprim and
pyrimethamine. Option C, clotrimazole and sulfadiazine. Option D, trimethoprim and sulfamethoxazole. Clotrimazole എന്ന് പറയുന്നത് sulfamethoxazole and trimethoprimന്റെ കോമ്പിനേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതിന്റെ റേഷ്യോയും കൂടി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ ആണിത്. Clotrimazole is a combination of sulfamethoxazole and trimethoprim. Sulfamethoxazole 1 trimethoprim ന്റെ റേഷ്യോ 1:5 റേഷ്യോയിലാണ്. ട്രൈമെഥോപ്രിൻ 1 sulfamethoxazole 5 ആണ് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. So the correct answer is option D. Clotrimazole is a combination of trimethoprim and sulfamethoxazole in the ratio 1:5. Question number 34. The beta-lactam antibiotics: A, erythromycin. Option B, cephalosporin. Option C, tetracycline. Option D, ciprofloxacin. ഇതിൽ ഏതാണ് beta-lactam antibiotic? Beta-lactam antibioticന് തന്നിരിക്കുന്ന എക്സാമ്പിൾ cephalosporin ആണ്. erythromycin എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാക്രോലൈഡ് ആണ്. ciprofloxacin എന്ന് പറയുന്നത് ഒരു ഫ്ലൂറോക്വിനോലോൺ ആണ്. Question number 35. The main adverse effect of chloramphenicol. Chloramphenicol adverse effect ഏതാണ്? Option A, diarrhea. Option B, cardiac failure. Option C, dry cough. Option D, bone marrow depression. ഇതിൽ ഏതാണ് chloramphenicol adverse effect? Bone marrow depression ആണ് chloramphenicol adverse effect. നോട്ട് ചെയ്ത് വെക്കുക. chloramphenicol ഇതല്ലാതെ നമ്മൾ ഉണ്ടാകുന്ന സിൻഡ്രോം ഏതാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഗ്രേ ബേബി സിൻഡ്രോം ഈസ് കോസ്ഡ് ബൈ ദിസ് chloramphenicol. Question number 36. The streptomycin is A, quinoline. Option B, macrolide. Option C, aminoglycoside. Option D, tetracycline. Streptomycin ഏത് റിംഗ് സ്ട്രക്ചർ ആണ്, ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. aminoglycoside ആന്റിബയോട്ടിക്കിന്റെ എക്സാമ്പിൾ ആണ് streptomycin. aminoglycoside ആന്റിബയോട്ടിക്കിന് വേറെ വരുന്ന എക്സാമ്പിൾസ് streptomycin, മൈസിൻസ് ആണ്, canamycin, neomycin, gentamicin, etc. Question number 37. Artemisinin is A, antineoplastic. Option B, anti-malarial. Option C, antifungal. Option D, diuretic. Artemisinin എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ആന്റി മലേറിയൽ ആക്ഷൻ ഉള്ളതാണ്. മലേറിയ എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയം സ്പീഷീസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആർട്ടിമിസിനിൻ. ഗുങ്കാവോ കോമ്പൗണ്ട്സിനകത്ത് വരുന്നതാണ് ആർട്ടിമിസിനിൻ. ക്വസ്റ്റ്യൻ നമ്പർ 38. അതായത് ആർട്ടിമിസിൻ എന്ന് പറഞ്ഞാൽ ഷൈസോണ്ടിക് സൈഡ് ആക്ഷൻ ഉള്ള, അതായത് ആന്റി മലേറിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38. The causative agent of chicken pox. ചിക്കൻ പോക്സിന്റെ causative agent ഏതാണ്? ചിക്കൻ പോക്സിന്റെ വേരിസെല്ല സോസ്റ്റർ ആണ് causative agent എന്ന് പറയുന്നത്. നമുക്കറിയാം റൂബിയോള എന്ന് പറയുന്നത് മീസിൽസിന്റെ ആണ്. അതുപോലെ പ്ലേഗിന്റെ ആണ് എർസീനിയ പെസ്റ്റിസ്. ലെപ്രസി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് മൈക്കോബാക്ടീരിയ. അപ്പോൾ നിങ്ങൾ കോസറ്റീവ്സ് അങ്ങനെ നോട്ട് ചെയ്ത് പഠിക്കുക. സോ ദ കോസറ്റീവ് ഏജന്റ് ഓഫ് ചിക്കൻ പോക്സ് ഈസ് വേരിസെല്ല സോസ്റ്റർ. Question number 39. The example of arthropod bone infection. Arthropod bone infection ഇതിനകത്ത് ഏതാണ്? A, tuberculosis. Option B, amoebiasis. Option C, leprosy. Option D, plague. ഒന്നുകൂടി ഇതിന്റെ കോസറ്റീവ് കൊണ്ടൊന്ന് പറഞ്ഞേക്കാം. ട്യൂബർക്കുലോസിസ് എന്ന് പറയുമ്പോഴത്തേക്കിന് മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലസ്. ഓപ്ഷൻ ബി, അമീബിയാസിസ് എന്ന് പറയുമ്പോൾ എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക. ലെപ്രസി എന്ന് പറഞ്ഞാൽ മൈക്കോബാക്ടീരിയൻ ലെപ്രൈ. ഓപ്ഷൻ ഡി നമ്മൾ പറഞ്ഞതാണ് പ്ലേഗ് എന്ന് പറഞ്ഞാൽ എസീനിയ പെസ്റ്റിസ്. ഇതിനകത്ത് ആർത്രോപോഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പ്ലേഗ് ഒരു ആർത്രോപോഡ് മൂലം ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ഉള്ളതാണ് പ്ലേഗ് എന്ന് പറയുന്നത്. സോ ദ എക്സാമ്പിൾ ഓഫ് ആർത്രോപോഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പ്ലേഗ് ആണ്. അതായത് പ്ലേഗ് എന്ന് പറയുന്ന റാറ്റ് ഫ്ലീ, അതായത് എലി മൂലം ഉണ്ടാകുന്ന ട്രാൻസ്മിറ്റഡ്. അപ്പം ആർത്രോപോഡ് ആണ് ഇതിന്റെ കോസറ്റീവ്. സോ ദ പ്ലേഗ് എന്ന് പറയുന്നതാണ് ആർത്രോപോഡ് ബോൺ ഇൻഫെക്ഷൻ എക്സാമ്പിൾ. Question number 40. The scurvy is caused by the deficiency of. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി, ഓപ്ഷൻ സി വൈറ്റമിൻ സി, ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി. ഇവിടെ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഒന്നുകൂടെ പറയാണ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് സിറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ്. ഓപ്ഷൻ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് റിക്കറ്റ്സ് ഉണ്ടാകും കുട്ടികളിൽ. വലിയവരിലാണെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാകും.
വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് പല ഡെഫിഷ്യൻസി ഉണ്ട്. B1 മൂലം ബെറിബറി, B3 മൂലം പെല്ലഗ്ര, B5 മൂലം പാരസ്തീഷ്യ. അതൊക്കെ നോട്ട് ചെയ്യുക. സ്കർവി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്കർവി ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 41, ദ ബ്രോഡ് സ്പെക്ട്രം ആൻഡ് ഹെൽമിന്തിക്. ബ്രോഡ് സ്പെക്ട്രം ആൻഡ് ഹെൽമിന്തിക് ആയിട്ടുള്ളത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ഇത് PSCക്ക് അത് ക്യാൻസൽ ആയിപ്പോയ ക്വസ്റ്റ്യൻ ആണ്. കാരണം ആൽബൻഡസോളും മെബൻഡസോളും ബ്രോഡ് സ്പെക്ട്രം ആൻഡ് ഹെൽമിന്തിക് ആയിരുന്നു. നമുക്ക് ഓരോ നോക്കാം. പൈപ്രാസിൻ അല്ല എന്ന് പറയാൻ കാരണം പൈപ്പരാസിൻ റൗണ്ട് വർം ഇൻഫെസ്റ്റേഷന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ബ്രോഡ് സ്പെക്ട്രം അല്ല. തന്നിരിക്കുന്നതിൽ ആൽബൻഡസോളും മെബൻഡസോളും നമ്പർ ഓഫ് ഹെൽമിന്തിക്സ് ഏതായിട്ട് ആക്ട് ചെയ്യും. അതായത് ഹുക്ക് വർം, റൗണ്ട് വർം, വിപ്പ് വർം, ഹൈഡാറ്റഡ് ഡിസീസ് എന്നൊക്കെ നമ്മൾ ഈ ആൽബൻഡസോളും മെബൻഡസോളും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്ലൂക്കനസോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരും. ആൻഡ് ഹെൽമിന്തിക് അല്ല ഫ്ലൂക്കനസോൾ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഫ്ലൂക്കനസോൾ എന്ന് പറയുന്നത് ആന്റി ഫംഗൽ ആണ്. അസോൾ എന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഫ്ലൂക്കനസോൾ എന്ന് പറയുന്നത് ഒരു ആന്റി ഫംഗൽ ആണ്. അതുപോലെ അസോൾ വരുന്ന ആന്റി ഫംഗൽ എന്ന് പറഞ്ഞാൽ ബൊറിക്കസനോൾ, ഇട്രാകനസോൾ, കോട്രിമസോൾ ഒക്കെ ഫ്ലൂക്കനസോൾ. ദിസ് ആർ ആന്റി ഫംഗൽ. അപ്പം ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ആൽബൻഡസോളും മെബൻഡസോളും ബ്രോഡ് സ്പെക്ട്രം ആൻഡ് ഹെൽമിന്തിക്കിന് എക്സാമ്പിൾ ആണ്. Question number 42, the orally effective broad spectrum antifungal drug. Orally effective ആയിട്ടുള്ള ബ്രോഡ് സ്പെക്ട്രം ഏതാണ്? തന്നിരിക്കുന്നതിൽ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ളത് കീറ്റോകനസോൾ ആണ്. നമുക്കറിയാം കീറ്റോകനസോൾ ആണ് ഫസ്റ്റ് ഓറലി എഫക്റ്റീവ് ബ്രോഡ് സ്പെക്ട്രം. കീറ്റോകനസോളിന്റെ യൂസ് എന്ന് പറയുന്നത് ഡെർമാറ്റോഫൈറ്റോസിസിനും ഡീപ് മൈക്കോസിസിനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Question number 43, the metronidazole is used in option A amoebiasis, option B giardiasis, option C trichomoniasis, option D all the above. metronidazole ഏതിനാണ് യൂസ് ചെയ്യുക? metronidazole എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എല്ലാ കണ്ടീഷനും യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് metronidazole. നൈട്രോഇമിഡസോൾ കാറ്റഗറിയിൽ വരുന്നതാണ്. ആന്റി മൈക്രോബിയൽ ആണ്. നമ്മൾ ആന്റി അമീബിക് ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഈ പറയുന്ന ബാക്കി കണ്ടീഷനും നമ്മൾ metronidazole യൂസ് ചെയ്യാറുണ്ട്. So the metronidazole is used in all the cases. Question number 44, the dapsone act by. ഡാപ്സോണിന്റെ ആക്ഷൻ എന്താണ്? ഡാപ്സോൺ തന്നെയാണ്. DDS എന്ന് പറഞ്ഞാലും ഡാപ്സോൺ തന്നെയാണ്. നമുക്കറിയാം ഡാപ്സോൺ എന്ന് പറയുന്നത് ലെപ്രസിക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ആന്റി ലെപ്രോട്ടിക് ഡ്രഗ് ആണ് ഡാപ്സോൺ. ഡാപ്സോണിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഹിബിറ്റ് ദ പാബ സിന്തസിസ്. അപ്പം പാബ ഇല്ലാതാകുമ്പോഴത്തേക്കിന് ലെപ്രസി കോസേറ്റീവിന് ആവശ്യമുള്ള ഫോളിക് ആസിഡ് ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെ പാബ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് ഡാപ്സോൺ ആക്ട് ചെയ്യുക. സോ ഡാപ്സോൺ ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ് ദ പാബ and inhibition of PABA into the folic acid by the enzyme folate synthase. ഡാപ്സോൺ എന്ന് പറയുന്നത് സൾഫോണമൈഡ് കെമിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. സൾഫോണമൈഡും ഡാപ്സോണും സെയിം മെക്കാനിസം ആയിരിക്കും. അതുകൊണ്ട് സോ ദ ഡാപ്സോൺ ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ് ദ പാബ സിന്തസിസ്. ആൻഡ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 45, ആൻഡ് ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ. ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ എ വൈറ്റമിൻ കെ, ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി, ഓപ്ഷൻ സി വൈറ്റമിൻ ഇ, ഓപ്ഷൻ ഡി വൈറ്റമിൻ B6. ഇതിൽ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള വൈറ്റമിൻ തന്നിരിക്കുന്നതിൽ വൈറ്റമിൻ ഇ ആണ്. ആന്റി ഓക്സിഡന്റ് ആക്ഷൻ ഉള്ളത് വൈറ്റമിൻ ഇ വരും, കാരോട്ടിൻ വരും, വൈറ്റമിൻ സി വരും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ ഇ ആണ്. അത് ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻസ് ആർ the vitamin E, carotene and vitamin C. Question number 46, the drug used in bipolar disorder. Bipolar disorder ന് യൂസ് ചെയ്യുന്ന ഡ്രഗ്. ഓപ്ഷൻ എ ഹാലോപിരിഡോൾ, ഓപ്ഷൻ ബി ക്ലോപ്രമസിൻ, ഓപ്ഷൻ സി ഇമിപ്രമിൻ ആൻഡ് ഓപ്ഷൻ ഡി സോഡിയം വാൽപ്രോയേറ്റ്. ബൈപോളാർ ഡിസോർഡറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് സോഡിയം വാൽപ്രോയേറ്റ് ആണ്. ഹാലോപെരിഡോള്, ക്ലോപ്രമസിൻ എന്നൊക്കെ പറയുന്നത് ആന്റി സൈക്കോട്ടിക് ആണ്. ഇമിപ്രമിൻ എന്ന് പറയുന്നത് ആന്റി ഡിപ്രസന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 47. 47 എന്ന് പറയുന്നത് ബാൽ. ബാൽ ഈസ് യൂസ്ഡ് ഇൻ ഏത് കേസിലാണ്? ആഴ്സനിക് പോയ്സണിങ്ങിനാണ് നമ്മൾ ബാല് യൂസ് ചെയ്യുക. ബാൽ അല്ലെങ്കിൽ അതിനെ ഡൈമർ ക്യാപ്രോൾ എന്ന് പറയാറുണ്ട്. ഡൈമർ ക്യാപ്രോൾ അല്ലെ ബാല് ആഴ്സനിക്
മെർക്കുറി, ഗോൾഡ്, ബിസ്മത്ത്, നിക്കൽ. കൂടുതലായിട്ടും നമ്മൾ ഡൈമർകാപ്രോൾ അല്ലെങ്കിൽ ബാൽ യൂസ് ചെയ്യുക ആഴ്സനിക് പോയ്സണിങ്ങിൻ്റെ കേസാണ്. ലെഡ് പോയ്സണിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുക EDTA ആണ്. അതേസമയം അയണിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുക ഡെസ്പെറിയോക്സമിൻ ആണ്. കോപ്പർ അല്ലെങ്കിൽ മെർക്കുറിയിൽ നമ്മൾ യൂസ് ചെയ്യുക പെൻസിൽനമീൻ ആണ്. അപ്പം ബാൽ എന്ന് പറയുന്നത് ഡൈമർകാപ്രോൾ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആഴ്സനിക് പോയ്സണിങ്. Question number 48. The intravenous anesthetic. Option A, thiopentone sodium. Option B, procaine. Option C, nitrous oxide. Option D, either. ഇതിൽ ഏതാണ് ഇൻട്രാവീനസ്ലി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന അനസ്തെറ്റിക്? IV അനസ്തെറ്റിക്കിന് എക്സാമ്പിൾ തയോപെൻറ്റോണും മീഥോഹെക്സറ്റോണും ആണ്. അപ്പം ഓപ്ഷൻ എ തയോപെൻറ്റോൺ സോഡിയം ഇസ് ദ എക്സാമ്പിൾ ഫോർ ഇൻട്രാവീനസ് അനസ്തെറ്റിക്. ക്വസ്റ്റ്യൻ നമ്പർ 49. ഫോക്സ്ഗ്ലോ ഈസ്. ഫോക്സ്ഗ്ലോ എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് ആണ്. സ്ക്വിൽ എന്ന് പറഞ്ഞാൽ അർജീനിയ ആണ്, അർജീനിയ മാരിറ്റിമയാണ് അതിൻ്റെ ബയോളജിക്കൽ സോഴ്സ്. പിന്നെ സ്ട്രോഫാന്തസ് എന്ന് അറിയപ്പെടുക ആരോ പോയിസൺ എന്നാണ് സ്ട്രോഫാന്തസ് അറിയുന്നത്. അപ്പം ഫോക്സ്ഗ്ലോ എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡിജിറ്റാലിസ് ഈസ് ഫോക്സ്ഗ്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 50. The licorice belong to the which family? ലിക്കോറൈസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിക്കോറൈസ് ബിലോങ് ടു ദ ഫാമിലി ലെഗുമിനോസേ. നിങ്ങൾ കോഗ്നിസീവ് പഠിക്കുമ്പം ഇപ്പം സെയിം ആയിട്ട് വരുന്ന ഗ്രൂപ്പിൽ വരുന്ന ഓരോ ഫാമിലിയിലുള്ള കോൺസ്റ്റുവൻറ്റ് അല്ലെങ്കിൽ ഡ്രഗ്സ് പഠിച്ചു പോവുക. ക്വസ്റ്റ്യൻ നമ്പർ 51. ദ സെലക്റ്റീവ് ആൽഫ 1 ബ്ലോക്കർ. സെലക്റ്റീവ് ആൽഫ 1 ബ്ലോക്കർ. ഓപ്ഷൻ എ യോഹിംബിൻ, ഓപ്ഷൻ ബി അറ്റനലോൾ, ഓപ്ഷൻ സി പ്രസോസിൻ, ഓപ്ഷൻ ഡി സാൽബ്യൂട്ടമോൾ. ഇതിനകത്ത് സെലക്റ്റീവ് ആൽഫ 1 ബ്ലോക്കർ ഏതാണ്? സെലക്റ്റീവ് ആൽഫ 1 ബ്ലോക്കറിന് എക്സാമ്പിൾ ആണ് പ്രസോസിൻ, ടെറസോസിൻ ആൻഡ് ഡോക്സിസോസിൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് പ്രസോസിൻ ആണ് സെലക്റ്റീവ് ആൽഫ 1 ബ്ലോക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 52. ദ സിനാറസിൻ ഈസ് യൂസ്ഡ് ഇൻ. സിനാറസിൻ എവിടെയാണ് യൂസ് ചെയ്യുക? ഓപ്ഷൻ എ വെർട്ടിഗോ, ഓപ്ഷൻ ബി പെയിൻ, ഓപ്ഷൻ സി കഫ്, ഓപ്ഷൻ ഡി പെപ്റ്റിക് അൾസർ. സിനാറസിൻ എന്ന് പറഞ്ഞാൽ വെർട്ടിഗോയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. സോ സിനാറസിൻ ഈസ് യൂസ്ഡ് ഇൻ വെർട്ടിഗോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 53. The fennel consists of the dry fruit sops. നമുക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. Fennel consists of dry fruits of Foeniculum vulgare. ക്യാസിയാന്ന് നമുക്ക് ഓരോന്നും ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സിംബബോവൻ എന്ന് പറയുന്നത് ലെമൺ ഗ്രാസ് ആണ്. ഫോണിക്കുലം വൾഗേർ എന്ന് പറയുന്നതാണ് ഫെന്നൽ. അപ്പം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ബയോളജിക്കൽ സോഴ്സിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് കോഗ്നിറ്റീവ് പാർട്ടിൽ നിന്ന്. By this we are winding up the session. Hope this session will be helpful for you for the coming PSU exam. All the very best.